നമസ്കാരം. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾക്കായി അരിമണി വിതറാൻ വരട്ടെ. കലാപം അവസാനിച്ചുവെന്ന ആശ്വാസത്തിൽ കാലം നീട്ടിയിരിക്കാമെന്ന് കരുതിയവർക്കൊക്കെ തെറ്റി. എല്ലാവരും നീതിക്ക് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലായിരുന്നല്ലോ. എന്നാൽ ഇപ്പോഴാണ് ശരിക്കുള്ള നീതിയും ശുദ്ധീകലശവും നടത്താനുള്ള സമയമായത്. ഇനിയാണ് യഥാർത്ഥ കലാപവും കൊടികെട്ടിയ നാടകങ്ങളുമൊക്കെ വരാൻ പോകുന്നത്. രാജ്യതലസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പുറത്തുവരുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കേട്ട് വല്ല അറ്റാക്കും വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം അത്രമാത്രം ഭീകരമായ സത്യങ്ങളാണ് ഓരോ മണിക്കൂറിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തലസ്ഥാന നഗരിയെ വിറപ്പിച്ച ആ സംഭവങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ മുഖങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ ജനങ്ങളാകെ സ്തംഭിച്ചു പോയിരിക്കുകയാണ്. വിദ്യാർത്ഥി പ്രക്ഷോഭമെന്ന വ്യാജേന അരങ്ങേറിയത് മുഴുവൻ മുഖംമൂടിയണിഞ്ഞ കുറ്റവാളികളുടെ പേക്കൂത്താണെന്ന് ഡൽഹി പോലീസ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ പുറത്തുവിട്ടിരിക്കുന്നു. രാജ്യത്തിന്റെ തലസ്ഥാനം ഒരു കൊടും കലാപഭൂമിയാക്കി മാറ്റാൻ ചുക്കാൻ പിടിച്ച മുഖ്യപ്രതികൾ ആരെല്ലാമാണ് എന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ പുറത്തു വന്നപ്പോൾ ഡൽഹി ആകെ നടുങ്ങിയിരിക്കുകയാണ്. യഥാർത്ഥ വിദ്യാർത്ഥികളെ കുറിച്ചല്ല ഇവിടെ ഞാൻ പറയുന്നത്. ആ സമരത്തിന്റെ മറവിൽ നുഴഞ്ഞുകയറിയ കറുത്ത മുഖങ്ങളെക്കുറിച്ചാണ്. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി കൂട്ടത്തിൽ മാത്രം കയറിക്കൂടിയത് ഏതാണ്ട് 2873 കുറ്റവാളികളാണെന്നാണ് പോലീസിന്റെ ഫേഷ്യൽ സ്കാനിങ്ങിലൂടെ വ്യക്തമായിരിക്കുന്നത്. ഭരണാധികാരികളെ വിറപ്പിക്കാൻ ഇറങ്ങിയവർക്ക് പിന്നിൽ വൻ ക്രിമിനൽ സംഘങ്ങൾ ഉണ്ടെന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഗൂഢാലോചനകളാണ് ഇതിന് പിന്നിൽ നടന്നിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസിന്റെ രേഖകൾ പ്രകാരം വിദ്യാർത്ഥി സമരത്തിന്റെ മറവിൽ ഡൽഹിയിൽ കലാപമുണ്ടാക്കാൻ എത്തിയവരിൽ 101 പേർ കൊലപാതക കേസിലും 62 പേർ കൊലപാതക ശ്രമക്കേസിലും 284 പേർ കവർച്ചാ കേസിലും ഉൾപ്പെട്ടവരാണ്. അത്രയും പോരാഞ്ഞ് 61 പേർ ബലാത്സംഗ കേസിലും 6 പേർ പോക്സോ കേസിലും 25 പേർ ലൈംഗികാതിക്രമ കേസിലും 219 പേർ ആയുധം കയ്യിൽ വെച്ച കേസിലെയും പ്രതികളാണ്. നാടിന്റെ സമാധാനം കെടുത്താൻ ഇറങ്ങിത്തിരിച്ച ഈ സാമൂഹ്യ വിരുദ്ധരെല്ലാം ഒത്തുകൂടിയത് ഒരു സമരപ്പന്തലിലാണ് എന്നത് ഏതൊരു സാധാരണക്കാരെയും ഞെട്ടിക്കുന്ന ഒന്നാണ്. എന്താണ് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നത്? ആരാണ് ഈ നരാധമന്മാർക്ക് ഇന്ത്യ കയ്യേറാൻ അവസരം കൊടുത്തത്? എല്ലാവരും നോക്കി വെച്ചോളൂ, ഉറപ്പാണ് ഇതിനുള്ള പണി മോദി സർക്കാർ കൊടുത്തിരിക്കും. ഇത് തമാശയല്ല. സമരഭൂമിയിലായാലും വീട്ടിലായാലും എന്ത് ഉറപ്പിലാണ് ഇവിടുത്തെ സ്ത്രീകളും കുഞ്ഞുങ്ങളും സുരക്ഷിതരാവുക? ഇത്രയധികം അരാജകത്വം സൃഷ്ടിക്കാനുള്ള പദ്ധതി ഏത് മാന്യദേഹത്തിന്റെ തലയിൽ വിരിഞ്ഞതായാലും ഒന്നേ പറയാനുള്ളൂ: നാളുകൾ എണ്ണി എണ്ണി കാത്തിരുന്നോളൂ, അന്ത്യം വിധിക്കപ്പെട്ടു കഴിഞ്ഞു. രാജ്യത്തെ നടുക്കിയ ഇത്തരം കൊടും കുറ്റവാളികൾ വിദ്യാർത്ഥി നേതാക്കളുടെ വേഷം കെട്ടി ഡൽഹി നഗരത്തിൽ അഴിഞ്ഞാടിയപ്പോൾ സാമാന്യ ജനം എന്തു ചെയ്യുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. ജീവിതത്തിൽ ഇതുവരെ ഒരു വിദ്യാർത്ഥി സമരത്തിൽ പോലും പങ്കെടുത്തിട്ടില്ലാത്ത ഏതൊരാൾക്കും നിസ്സംശയം പറയാൻ കഴിയുന്ന ഒന്നാണിത്. കാരണം ഡൽഹിയിൽ കണ്ടതുപോലത്തെ ഭീകരമായ അക്രമങ്ങൾ അഴിച്ചുവിടാൻ വിദ്യാർത്ഥികൾക്കാവില്ല. അവിടെ സമരമെന്ന പേരിൽ ഒത്തുകൂടിയതിൽ ഭൂരിഭാഗവും കൊടും ക്രിമിനലുകളും സമരജീവികളും വിദേശത്ത് നിന്ന് ഫണ്ട് വാങ്ങി കലാപമുണ്ടാക്കാനെത്തിയ തീവ്രവാദികളുമാണെന്ന് ഇപ്പോൾ പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ ഭാവി ഓർത്ത് കണ്ണീരൊഴുക്കുന്നവർ ഈ ക്രിമിനലുകളുടെ പശ്ചാത്തലം കൂടി ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. സ്വന്തം രാജ്യത്ത് അശാന്തിയും അരാജകത്വവും വിതയ്ക്കാൻ വിദേശ ശക്തികളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ഇറങ്ങി പുറപ്പെട്ടവരാണ് യഥാർത്ഥത്തിൽ ഇവർ. ദേശവിരുദ്ധ ശക്തികളുടെ ഇത്തരം ഗൂഢ നീക്കങ്ങൾക്കെതിരെ ശക്തമായ ജാഗ്രതയാണ് ഇനിയുള്ള കാലങ്ങളിൽ നമ്മൾ പുലർത്തേണ്ടത്. ഈ കൊടും ക്രിമിനലുകളെ പോലീസ് പൊക്കാൻ തുടങ്ങിയതോടെ അടുത്ത നാടകം ആരംഭിക്കുകയായി. മറ്റെന്താണ്, പതിവ് പോലെ ഇരവാദം തന്നെ. അറസ്റ്റിലായ ഈ ക്രിമിനലുകൾക്ക് വേണ്ടി മനുഷ്യാവകാശത്തിന്റെ വക്താക്കൾ ഇപ്പോൾ റോഡിൽ ഇറങ്ങിയിട്ടുണ്ട്. വിദേശത്ത് നിന്ന് പണം വാങ്ങി അന്തിച്ചർച്ച നടത്തിയും എഡിറ്റോറിയൽ എഴുതിയും കണ്ണീരൊഴുക്കുന്ന മാപ്രകൾ ഇപ്പോൾ തന്നെ കരഞ്ഞു മെഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. പിടിക്കപ്പെട്ടവർ നിരപരാധികളാണെന്ന് വരുത്തി തീർക്കാൻ ചാനൽ ചർച്ചകളിൽ തൊണ്ടകീറുന്നവർ എന്ത് ന്യായീകരണമാണ് ഇനി ജനങ്ങൾക്ക് മുന്നിൽ നിരത്തുക? കൊലപാതകങ്ങളും ബലാത്സംഗ കേസുകളുമടക്കം കൊടും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർക്ക് വേണ്ടി വാദിക്കാൻ ആളുകൾ ഇറങ്ങുന്നത് ഈ രാജ്യത്തോടുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. തെറ്റ് ചെയ്തവർ ആരായാലും നിയമത്തിന്റെ മുൻപിൽ മറുപടി പറയേണ്ടി വരുമെന്നത് ഉറപ്പായ കാര്യമാണ്. സർക്കാർ വാഗ്ദാനം ലംഘിച്ചു എന്ന് പറഞ്ഞാണ് മറ്റൊരു കരച്ചിൽ. ഇവറ്റകൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലെന്നാണ് തോന്നുന്നത്. സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ കേസില്ല എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അക്രമം അഴിച്ചുവിട്ടവരെ അടപടലം പൂട്ടും. അതാണ് രാജ്യമെങ്ങും ഇപ്പോൾ കാണുന്നത്. അതല്ലേ സമരം പിൻവലിച്ച ഉടൻ തന്നെ നമ്മുടെ രാഹുൽ ഗാന്ധിയെ മണിച്ചിത്ര താഴിട്ട് പൂട്ടിയത്? തെറ്റായ സന്ദേശങ്ങൾ നൽകി യുവജനങ്ങളെ വഴിതെറ്റിക്കാൻ നോക്കിയ രാഷ്ട്രീയ മുതലെടുപ്പുകാർക്കെതിരെയും നിയമം കർശനമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അക്രമം നടത്തിയവർ രക്ഷപ്പെടുമെന്ന വ്യാമോഹം ഇനി ആർക്കും വേണ്ട.
നിയമത്തിന്റെ കരങ്ങൾ അത്തരം കുറ്റവാളികളുടെ കഴുത്തിലേക്ക് നീണ്ടു കഴിഞ്ഞു. രാജ്യത്തിന്റെ സമാധാനാന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്ന ആരെയും വെറുതെ വിടില്ല എന്ന നിലപാടിലാണ് ഭരണകൂടം മുന്നോട്ടു പോകുന്നത്. ഇനിയിപ്പോൾ ഇരവാദവും മോങ്ങലുമായിരിക്കുമെങ്ങും. കൊടും ക്രിമിനലുകൾക്ക് വേണ്ടി മനുഷ്യാവകാശക്കാർ എത്തും. ഇനി സർക്കാർ കേസ് പിൻവലിച്ചാലും കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ ഒട്ടനവധി സംഘടനകളും വ്യക്തികളും മുന്നോട്ട് വരും. മറ്റൊരു രസകരമായ കാര്യം മാപ്പ് പറച്ചിൽ വീഡിയോകളുടെ പ്രളയം തന്നെയാണ്. കഴിഞ്ഞ ദിവസം വരെ വീരവാദവും തെറിവിളിയും അശ്ലീലവും പറഞ്ഞ് വൈറലായവർ ഇപ്പോൾ കരഞ്ഞു മെഴുകുകയാണ്. മെന്റൽ ടോർച്ചർ, ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ് കരച്ചിലോട് കരച്ചിൽ. സമൂഹ മാധ്യമങ്ങളിൽ വീരവാദം മുഴക്കിയവർ ഇപ്പോൾ പോലീസിന്റെ പിടിയിലാകുമെന്ന് ഉറപ്പായപ്പോൾ ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ കണ്ടാൽ കഷ്ടം തോന്നിപ്പോകും. അന്ന് കാണിച്ച വീരകാഹളം ഇപ്പോഴത്തെ കരച്ചിലിൽ എവിടെ പോയി ഒളിച്ചു എന്ന ചോദ്യമാണ് സാധാരണക്കാർ ചോദിക്കുന്നത്. ഗൾഫ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മലയാളി വ്യവസായികൾ അവരുടെ ജോലിക്കാരെ ഡൽഹി കലാപത്തിൽ പങ്കെടുക്കാൻ ടിക്കറ്റ് എടുത്തു കൊടുത്തു അയച്ചു എന്നതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ കലാപത്തിന് ലഭിച്ച വിദേശ പിന്തുണ. ഇന്ത്യയിൽ കലാപമുണ്ടാക്കാൻ ഗൾഫിൽ നിന്ന് വന്നവർ മറന്നുപോയൊരു കാര്യമുണ്ട്. ഡൽഹിയിലേക്കുള്ള ടിക്കറ്റ് മാത്രമേ കമ്പനി മുതലാളിക്ക് നൽകാൻ കഴിയൂ. പാസ്പോർട്ട് ഇന്ത്യ ഗവൺമെന്റ് നൽകിയതാണ്. രാജ്യത്തിന്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് വിദേശത്ത് നിന്ന് പണമൊഴുക്കിയവരുടെ വിവരങ്ങളും ഇപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കേണ്ടതുണ്ട്. വിദേശ ഫണ്ടിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി വേരറുക്കാൻ തന്നെയാണോ അന്വേഷണ ഏജൻസികളുടെ നീക്കമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒരു വ്യക്തിക്ക് ഇത്തരം കാര്യങ്ങളിൽ പരാതി നൽകുന്നതിനും ഫോളോ അപ്പ് ചെയ്യുന്നതിനും പരിമിതികളുണ്ട്. പക്ഷേ ഒരു സംഘടനയ്ക്ക് അങ്ങനെയല്ല എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. രാജ്യത്ത് കലാപം ഉണ്ടാക്കിയ വിഷയമാണ്. നിസ്സംഗത വെടിയൂ എന്ന് പറയാൻ മാത്രമേ സാധിക്കൂ. എന്തായാലും കലാപം കഴിഞ്ഞു. ഇനി ഇരവാദത്തിന്റെ നാളുകളാണ്. രാജ്യ തലസ്ഥാനത്ത് കലാപം അഴിച്ചുവിട്ട 2873 കൊടും ക്രിമിനലുകളുടെ മനുഷ്യാവകാശവും പറഞ്ഞുള്ള മോങ്ങൽ നടക്കട്ടെ. അതിൽ പുതുമയൊന്നുമില്ല. പക്ഷേ കലാപലക്ഷ്യവുമായി ഇന്ത്യയിലേക്ക് വിമാനം കയറി തിരിച്ചുപോയവർക്കെതിരെ എന്ത് നടപടി ഉണ്ടാവുമെന്നറിയാനാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ മൗനം പാലിക്കുന്നത് വലിയ ദുരന്തമായിരിക്കും. നീറ്റ് പരീക്ഷയുടെ പേരിൽ പാറ്റ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന വിദ്യാർത്ഥികളുടെ ജന്തർ മന്തർ സമരത്തിൽ കയറിക്കൂടിയത് ഏകദേശം 2873 കുറ്റവാളികളാണെന്ന് ഡൽഹി പോലീസിന്റെ പ്രഥമ കണ്ടെത്തൽ. അന്വേഷണവും പരിശോധനകളും തുടരുകയാണ്. ജന്തർ മന്ദറിലെ ആൾക്കൂട്ടത്തിൽ നിന്ന് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ തിരിച്ചറിഞ്ഞതായി ഡൽഹി പോലീസ് വൃത്തങ്ങൾ അവകാശപ്പെട്ടിട്ടുണ്ട്. ഇത്തരക്കാർ ജന്തർ മന്ദറിൽ മാത്രമല്ല ഏത് പ്രതിഷേധ സ്ഥലങ്ങളിലും പരിസരങ്ങളിലും കാണാറുണ്ടെന്നാണ് പോലീസിന്റെ വ്യക്തമാക്കൽ. രാജ്യത്തിന്റെ സമാധാനം തകർക്കാൻ ഇറങ്ങിത്തിരിച്ച ഈ സാമൂഹ്യ വിരുദ്ധരെ ഒതുക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യുമെന്നും ഈ സംഭവങ്ങൾ ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രാജ്യത്തിന്റെ അഖണ്ഡതയും സമാധാനവും സംരക്ഷിക്കാൻ ഇത്തരം നടപടികൾ തുടരേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ വിഷയത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.